ഹലോ എവ്രിവൺ, അസ്സലാമു അലൈക്കും, നമസ്കാരം. എല്ലാവർക്കും ടേസ്റ്റ് ഓഫ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചോക്ലേറ്റ് പുഡിംഗ് ആണ്. ഇത് ഉണ്ടാക്കാൻ ഒരു 10 മിനിറ്റിൻ്റെ പോലും ആവശ്യമില്ല. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനും പറ്റും. കുറച്ച് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമേ ഉള്ളൂ. നമുക്ക് റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു അരിപ്പ കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് 3.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ്. ഒരു 4 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം. ഇത് 1 ടേബിൾ സ്പൂണ് കസ്റ്റാർഡ് പൗഡറാണ്. കസ്റ്റാർഡ് പൗഡർ ഓപ്ഷണൽ ആണ്. ഇത് ഇല്ലാന്നുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ 3.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. അത് 4 ടേബിൾ സ്പൂൺ ഫുള്ളായിട്ട് എടുത്താൽ മതിയാവും. കസ്റ്റാർഡ് പൗഡർ നിങ്ങൾ യൂസ് ചെയ്യുന്നില്ലെങ്കിൽ 1 ടീസ്പൂൺ വാനില എസൻസ് എടുക്കണം. ഇനി ഇതിലേക്ക് ഇതിൻ്റെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് അരിച്ചെടുക്കണം. നമ്മുടെ പുഡിങ്ങിൽ കട്ടകളൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അരിച്ചെടുക്കുന്നത്. ഞാനിവിടെ എടുത്തിട്ടുള്ള കസ്റ്റാർഡ് പൗഡർ വാനില ഫ്ലേവറുള്ള കസ്റ്റാർഡ് പൗഡറാണ്. എൻ്റെ കയ്യിൽ വാനില എസൻസ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാനത് ചേർത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ വാനില എസൻസ് ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതിയാവും. ഇത് നന്നായി അരിച്ചെടുത്ത് ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 പാക്കറ്റ് പാലാണ്. കുറച്ചായി പാലൊഴിച്ച് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഒരു വിസ്ക് ഉപയോഗിച്ച് മിക്സ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഈ മിക്സ് ചെയ്യുന്നതൊക്കെ നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന അതേ പാത്രത്തിൽ എടുത്തിട്ടും നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. പക്ഷെ ഞാനിവിടെ ബൗൾ എടുത്തിട്ടുള്ളത് എൻ്റെത് നോൺ സ്റ്റിക്ക് പാനാണ്, അതുകൊണ്ടാണ്. നിങ്ങൾ കുക്ക് ചെയ്യാൻ എടുക്കുന്നത് സ്റ്റീൽ പാത്രത്തിലാണെങ്കിൽ അതിൽ തന്നെ മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. ഇത് ഞാനിവിടെ ഇനി കുക്ക് ചെയ്യുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ബാക്കി വന്ന പാല് കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് അടുപ്പിലേക്ക് മാറ്റാം. ഞാനിവിടെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. ഞാനിവിടെ എടുത്തിട്ടുള്ള പഞ്ചസാര പൊടിക്കാത്തത് തന്നെയാണ്. നിങ്ങൾ പൊടിച്ചിട്ടാണ് അത് എടുക്കുന്നതെങ്കിൽ ഇത്രയും സമയം പോലും ആവശ്യം വരുന്നില്ല. പെട്ടെന്ന് തന്നെ അത് അലിഞ്ഞോളും. ഇതൊന്ന് കുറുകി തുടങ്ങുമ്പോൾ ഒരു 50 ഗ്രാം ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം. ഇവിടെ ഞാൻ ഡാർക്ക് ചോക്ലേറ്റ് ബാറാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ അതില്ലെങ്കിൽ ഡയറി മിൽക്കിൻ്റെ ചോക്ലേറ്റും എടുക്കാം. 50 ഗ്രാമാണ് എടുക്കേണ്ടത്. ഇത് നന്നായി കൈവിടാണ്ട് തന്നെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് കട്ട പിടിച്ചു പോവും. ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനുള്ളത് ക്രീമാണ്. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ നല്ലപോലെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പുഡിംഗ് ട്രേയിലേക്ക് മാറ്റി കൊടുക്കാം. ചൂടോടെ തന്നെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. ഞാനിപ്പോൾ ഇവിടെ ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നത് ഐസ്ക്രീം ബൗൾസിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പുഡിംഗ് ട്രേയിൽ തന്നെ ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് സെർവ് ചെയ്യാൻ എളുപ്പമാണ്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിങ്ങനെ ചെയ്യുന്നത്. ഇനി ഇത് ഫ്രിഡ്ജിലോട്ടേക്ക് മാറ്റാം. ഒരു 2 മണിക്കൂറെങ്കിലും ഇത് ഫ്രിഡ്ജിൽ നിന്ന് സെറ്റ് ആവണം.
ഇപ്പം 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. പുഡിങ് നല്ലപോലെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഡെക്കറേറ്റ് ചെയ്തിട്ട് എടുക്കാം. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്സും സജഷൻസും ഒക്കെ ഞങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ ബൈ. അതിനിപ്പോ ഞാൻ 5 ഇത് വെച്ചല്ലേ 1 2 3 4 ഞാൻ 2 ഇത് വെച്ചാൽ 5 വെച്ചാല് ഇവിടെ 5 വെച്ചാൽ ഞാൻ ഇതിൽ 5 ആ